പശ്ചിമേഷ്യയിൽ വീണ്ടും പ്രകോപനവുമായി ഇറാൻ. അമേരിക്ക ഉപരോധമേർപ്പെടുത്താനുള്ള മെമ്മോറണ്ടത്തിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് ഉപരിതല ആകാശ മിസൈൽ സയ്യദ് 4B പരീക്ഷിച്ച് ഇറാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആണവായുധങ്ങൾ പരീക്ഷിച്ചിരുന്നു ഇറാൻ എന്ന വിവരം പുറത്തു വന്നിരുന്നു. കൂടാതെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ പരീക്ഷണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സയ്യദ് B4 ഉപരിതല ആകാശ മിസൈലിൻ്റെ പരീക്ഷണം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത്. ബാവർ 373 എന്ന ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സയ്യദ് 4B ഉപരിതല ആകാശ മിസൈലിൻ്റെ പരീക്ഷണം നടന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഹൈബ്രിഡ് റഡാറും ഇൻഫ്രാറെഡ് സീക്കറും ഉൾപ്പെടുന്നതാണ് ഈ സയ്യദ് 4B ഉപരിതല ആകാശ മിസൈൽ. ഏറ്റവും ആധുനികമായ മിസൈൽ സംവിധാനമാണിത്. വ്യോമ ആക്രമണങ്ങളെ തകർക്കാൻ വേണ്ടി പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് ഏറ്റവും ശക്തിയേറിയ സയ്യദ് 4B ഉപരിതല ആകാശ മിസൈലിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയത്. ഇഖ്തേദാർ 1403 എന്ന പേരിലുള്ള വ്യോമ അഭ്യാസ പ്രകടനങ്ങൾ വീണ്ടും ഇറാൻ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഭാഗമായി സയ്യദ് 4B ഉപരിതല ആകാശ മിസൈലിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയത്. ഇറാനിലെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതുമാത്രവുമല്ല, റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും നിരവധി ആയുധങ്ങൾ ഇറാൻ ഇതിനകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അവ പരമാവധി ഉപയോഗിച്ച് പരീക്ഷിക്കുകയാണെന്നും ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തര കൊറിയയുടെ സാങ്കേതിക സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ് ഈ സത്യം. അതുമാത്രവുമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉപഗ്രഹ റഡാറുകളിൽ ഇറാനിലെ സൈനിക നീക്കങ്ങൾ, ഇറാൻ ആയുധങ്ങൾ നീക്കുന്നത് ഒക്കെ തന്നെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം ഇറാൻ നിരവധി ആണവായുധങ്ങൾ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വൻ അളവ് ഇറാൻ്റെ പക്കലുണ്ടെന്ന് അറ്റോമിക് എനർജി ഏജൻസി തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയത്. എല്ലാ തരത്തിലും ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയാണ് ഇറാൻ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കേവലം അമേരിക്കയെയും ഇസ്രായേലിനെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് യൂറോപ്പിനെ ഒന്നാകെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. നേരത്തെ 2900 മുതൽ 3000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലെത്തി ആക്രമണം നടത്താൻ ശേഷിയുള്ള മിസൈലിൻ്റെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയിരുന്നു. ഇത് ഉത്തര കൊറിയയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായിരുന്നു. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് യൂറോപ്പിനെയാണെന്ന് അന്ന് സൂചനകളുണ്ടായിരുന്നു. ഗ്രീസിനെ മാത്രമല്ല, യൂറോപ്പിനെ ഒന്നാകെ നശിപ്പിക്കാൻ കഴിവുള്ള, ദൂരപരിധിയിലെത്താൻ കഴിവുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഏറ്റവും ഒടുവിലായി ഇറാൻ പരീക്ഷിച്ചത്. ഇപ്പോഴിതാ സയ്യദ് 4B എന്ന് പറയുന്ന സർഫസ് ടു എയർ മിസൈൽ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിമാനങ്ങളെ, ഫൈറ്റർ ജെറ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷണങ്ങൾ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ നാവിക പടക്കപ്പലുകളെ ആക്രമിക്കാനുള്ള മിസൈലിൻ്റെ പരീക്ഷണവും ഇറാൻ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഒമാൻ കടലിടുക്കിലും മറ്റും നീങ്ങുന്ന അമേരിക്കയുടെ നാവിക ഡിസ്ട്രോയറുകളെ, നാവിക പടക്കപ്പലുകളൊക്കെ ലക്ഷ്യമിടുന്നതാണ് ഇറാൻ പരീക്ഷിച്ച ഈ മിസൈൽ. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് അമേരിക്ക കണ്ടത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും നിർണായകമായൊരു തീരുമാനം അമേരിക്ക കൈക്കൊണ്ടത്. ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന മെമ്മോറണ്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഇറാനെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിന് പിന്നാലെയാണ്
കൂടുതൽ കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്, പുതിയ ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നത്, പുതിയ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയയും റഷ്യയും നൽകുന്ന സാങ്കേതിക സഹായത്തോടു കൂടി, സൈനിക സഹായത്തോടു കൂടിയാണ് ഇറാൻ ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതുമാത്രമല്ല, വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ഇറാൻ. നേരത്തെ ഒക്ടോബർ മാസം 26-ന് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ S-300 വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും നാശമാക്കപ്പെട്ടിരുന്നു. റഷ്യ നൽകിയതാണ് S-300 വ്യോമ പ്രതിരോധ സംവിധാനം. എന്നാൽ പുകൾപെറ്റ S-300 വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ഇപ്പോൾ ഇതാ ബാവർ 373 എന്ന ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കരുത്തു കൂട്ടുകയാണ് ഇറാൻ്റെ ഈ ആണവ പരീക്ഷണങ്ങളെ, ആയുധ പരീക്ഷണങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.